ഹലോ, തൃശ്ശൂർ ഹൈവേയിൽ ആമ്പല്ലൂർ പാലിയേക്കര വഴി ട്രാവൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹൈവേ ഫുള്ള് ബ്ലോക്കാണ്. ടോളിലും ബ്ലോക്കാണ്, ടോൾ നമ്മൾ കൊടുക്കും വേണം. ആമ്പല്ലൂരിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ ബ്ലോക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഹൈവേക്ക് പാരലായിട്ടുള്ള മറ്റൊരു റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫസ്റ്റ് ഡിവിഷൻ നമ്മൾ എടുക്കുന്നത് ആമ്പല്ലൂരിൽ നിന്ന് റൈറ്റിലേക്കാണ്. ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന റൂട്ടാണിത്. ചില സമയങ്ങളിൽ നമുക്ക് ഇവിടെയും ബ്ലോക്ക് കിട്ടാറുണ്ട്. ഇതിനു മുമ്പ് പുതുക്കാട് നിന്നും റൈറ്റ് തിരിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ റൂട്ടിലേക്ക് കടന്നതിന് ശേഷം ഏകദേശം 400 മീറ്ററോളം നമ്മൾ പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആദ്യം കാണുന്ന മെയിൻ റോഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ റോഡ് കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡാണ്. ഇതിലൂടെ നമ്മൾ ഏകദേശം 3 കിലോമീറ്ററോളം പോകാനുണ്ട്. നമ്മൾ ഈ കാണിക്കുന്ന റൂട്ട് ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ചു ദൂരം വീതി കുറഞ്ഞൊരു വഴിയും വരുന്നുണ്ട്. ഏകദേശം 3 കിലോമീറ്ററോളം പോയി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്ക് ഈ കാണുന്ന മഠം റോഡ് എന്ന് എഴുതിയൊരു കട്ടിങ് കാണാം. പുലക്കാട്ടുകര പാലത്തിലേക്കുള്ള റോഡാണിത്. ഈ റോഡിലേക്ക് നമ്മൾ ഡയറക്റ്റ് എൻ്റർ ആവാം. ഇതും അത്യാവശ്യം വീതിയുള്ള റോഡാണ്. ഏകദേശം ഒരു കിലോമീറ്ററോളം കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ പുലക്കാട്ടുകര പാലത്തിലേക്ക് എൻ്റർ ആവും. കുറച്ച് റോഡ് മോശമായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അങ്ങനെ പുലക്കാട്ടുകര പാലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ടി റോഡിൽ നിന്ന് നമ്മൾ തിരിയേണ്ടത് റൈറ്റിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് വരുന്നത് കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ വരുന്നവർ വേഗത കുറച്ച് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഏകദേശം 2 കിലോമീറ്ററോളം സ്ട്രെയിറ്റ് റോഡാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹൈവേക്ക് ഡയറക്റ്റ് പാരലായിട്ടുള്ള റോഡിലൂടെയാണ്. അവിടെ നിന്ന് തൃക്കൂർ റോഡിലേക്ക് എൻ്റർ ആകും. അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് മരത്താക്കര ഹൈവേയിലാണ്. ഹൈവേയിലൂടെ 4.5 കിലോമീറ്റർ ആണ് ദൂരം. നമ്മൾ വന്നപ്പോൾ 7.5 കിലോമീറ്റർ, 3 കിലോമീറ്റർ ആണ് കൂടുതലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്